ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിങ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊഞ്ച് റോസ്റ്റിൻ്റേതാണ്. അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം കാട്ടൊക്കെ ഇട്ട് പൊട്ടിക്കാം. അതിലോട്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 2 സവാളയാണ്. സവാള ഞാൻ നീളത്തിന് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അതിന് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവയാണ് ചേർക്കുന്നത്. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ്. 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ചേർത്ത് നന്നായി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൽ മസാലയൊക്കെ ആ പ്രോൺസിലോട്ട് നന്നായിട്ട് ചേർന്ന ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം കൊണ്ട് ചേർത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. See you next video. Bye bye. Take care.